എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1-ാം ക്ലാസ്സിലെ ഏതാണ് ഗണിതം അല്ലെങ്കിൽ മാത്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് 1-ാം ക്ലാസ്സിലെ ഗണിതത്തിൽ അല്ലെങ്കിൽ മാത്സിൽ പറയുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ പേരെന്ന് എഴുതണം കേട്ടോ. ആദ്യം എഴുതേണ്ടത് എന്താണ് നിങ്ങളുടെ പേരെന്ന് എഴുതണം കേട്ടോ. അപ്പോൾ എന്താ നിങ്ങളുടെ പേരെന്താണ്? പേര് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതി കൊടുക്കണേ. ടീച്ചറിൻ്റെ മോൻ്റെ പേരാണ് ഇവിടെ എഴുതുന്നത്. പേര് തമീം എന്നാണ് കേട്ടോ. ടീച്ചറിൻ്റെ മോൻ്റെ പേരെന്താണ്? തമീം എന്നാണ്. അപ്പോൾ എന്തിലാണ് എഴുതേണ്ടത്? മലയാളത്തിൽ എഴുതിയാൽ നല്ലതാണ് കേട്ടോ. പേരെന്താണ്? തമീം എന്നാണ്. ഇനി എൻ്റെ അമ്മയുടെ പേര് എഴുതുക. നിങ്ങളുടെ അച്ഛൻ്റെ പേര് എഴുതുക. അതേപോലെ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളൊരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആ ടീച്ചറുടെ പേര് എഴുതുക. എൻ്റെ വിദ്യാലയം ഏതാണെന്ന് എഴുതുക കേട്ടോ. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് എഴുതുക. അതേപോലെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഫോൺ നമ്പർ എഴുതുക. നിങ്ങളുടെ ആധാർ നമ്പറും ഇവിടെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? നല്ലൊരു അടിപൊളി ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? മരങ്ങളുണ്ട്, തെങ്ങുണ്ട് അല്ലേ. പിന്നെന്താണ്? 3 എന്തുണ്ട്? പൂച്ചക്കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ട് അല്ലേ. ഒരു പൂച്ച അമ്മയും ഉണ്ട്, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഒരു കുട്ടി എന്ത് ഓടിച്ചു പോകുന്നുണ്ട്? സൈക്കിൾ ഓടിച്ചു പോകുന്നുണ്ട്. അതേപോലെ എന്താണ്? ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോറിക്ഷ ഓടിച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 1-ാമത്തെ ചാപ്റ്ററിലോട്ട് പോയാലോ. അപ്പോൾ കുഞ്ഞുമക്കൾ പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്? 1-ാമത്തെ ചാപ്റ്ററിലോട്ടാണ് പോകുന്നത് കേട്ടോ. അതിന് മുന്നേ എന്ത് ചെയ്യണം? ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ മിസ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യും? അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ 1-ാമത്തെ എന്താ നോക്കിയാലോ. തിത്തിരിക്കിളിയും ചെങ്ങാതിമാരും. എന്താണ്? തിത്തിരിക്കിളിയും ചെങ്ങാതിമാരുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വീട് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വീട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് നോക്കിക്കേ. ഇവിടെ കോഴിയുണ്ട്, പൂവൻ കോഴിയുണ്ട്. പിന്നെന്താണ്? കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. താറാവുണ്ട്, താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. പട്ടിക്കുട്ടിയുണ്ട്, പട്ടിക്കുട്ടീൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഒരു പശുവിൻ്റെ കിടാവും ഉണ്ട് അല്ലേ. അതേപോലെ വേറെ ആരാ ഉള്ളത്? ഒരു തത്തമ്മയുണ്ട് അല്ലേ. ഒരു കുയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുട്ടയിട്ട് ഇരിപ്പുണ്ട് അല്ലേ. അതേപോലെ വേറെ ആരാ ഉള്ളത്? 2 കുട്ടികളുണ്ട് അല്ലേ. ഒരു ആൺകുട്ടിയും ഉണ്ട്, ഒരു പെൺകുട്ടിയും ഉണ്ട്. അത്രയൊക്കെയാണ് ഈ പിക്ചറിൽ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താ നോക്കിയാലോ. അപ്പം കാക്ക ആരെയോ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എങ്ങനെയാ വിളിക്കുന്നത്? ഹലോ, കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ. അപ്പൊ പറയാണ് ആരെ കൂടി വിളിച്ചോളൂ എന്നാ പറഞ്ഞേക്കുന്നത്? കൂട്ടുകാരെ കൂടി എല്ലാവരെയും വിളിച്ചു വാ എന്ന് നമ്മുടെ കാക്ക പറയാണ് അല്ലേ. കാ കാ കാ. പുറത്ത് കാക്കകളുടെ ബഹളം. പുറത്ത് ആരുടെ ബഹളമാണ്? കാക്കകളുടെ ബഹളമാണ് അല്ലേ. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. ഇമയും അമലും എവിടെ ഇറങ്ങി നോക്കി? പുറത്തിറങ്ങി നോക്കി. എന്തിനായിരിക്കും നോക്കിയിട്ടുണ്ടാവുക? കാക്കകൾ പുറത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തിനാന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരൊക്കെ പുറത്തിറങ്ങി നോക്കിയത്? ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞ്. കിളിക്കുഞ്ഞ് എവിടെ പതുങ്ങിയിരിക്കുകയാണ്? കാക്കേനെ പേടിച്ചിട്ട് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് അല്ലേ. കാക്കകൾ ഉപദ്രവിക്കുന്നു പേടിച്ചിട്ടാണ് ഈ കിളിക്കുഞ്ഞ് എന്ത് ചെയ്യുന്നത്? കൂട്ടിൽ പതുങ്ങി, മരപ്പൊത്തിൽ പതുങ്ങി ഇങ്ങനെ ഇരിക്കണത് അല്ലേ. അടുത്തത് എന്താ പറയുന്നത്? അതാ മരപ്പൊത്തിൽ ഒരു കിളി. ആരാ പറയണത്? നമ്മുടെ അമല് പറയാണ്. എന്താ പറഞ്ഞേക്കുന്നത്? അതാ മരപ്പൊത്തിൽ ഒരു കിളി. മരപ്പൊത്തിൽ ആരുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? ഒരു കിളി ഉണ്ട്. നമുക്കതിനെ അമ്മ കിളിയുടെ അടുത്ത് എത്തിക്കാം. അപ്പൊ ഇമ എന്താ പറഞ്ഞത്? പാവം കിളിയിലെ അതിന്റെ അമ്മേനെ കാണാതില്ലാണ്ട് അതിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ അതിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. അപ്പം അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? അമല് പറയാണ് കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കാക്ക കൊണ്ടാവാതെയും പൂച്ച കൊണ്ടാവാതെയും ഒന്നും നമുക്കതിനെ എന്ത് ചെയ്യണം? കൊണ്ടാവാതെ നമുക്കതിനെ നോക്കണം. അതെ, ശരിയാ. ഇമ എപ്പോഴും എന്താ പറഞ്ഞത്? ശരിയാ അല്ലേ. കാക്ക പിടിക്കാതെയും പൂച്ച പിടിക്കാണ്ടെയൊക്കെ നമുക്ക് ഈ കുഞ്ഞു പക്ഷിയെ കാത്തു രക്ഷിക്കണം. ഇവൾക്ക് ഒരു പേര് വേണ്ടേ? അങ്ങനെ ഈ കുഞ്ഞു കിളിക്ക് ഒരു പേരിടാനുള്ള പരിപാടിയിലാണ് ആര്? അമലും ഇമയും കേട്ടോ. തിത്തിരി എന്ന് വിളിക്കാം. എന്താ വിളിക്കുന്നത്? തിത്തിരി എന്ന് വിളിക്കാം. കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി എത്തി. അപ്പൊ കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ആരാടാ എത്തിയത്? നമ്മുടെ ലാലിപ്പൂച്ച അല്ലെ. എങ്ങോട്ട് നോക്കിക്കേ. ലാലിപ്പൂച്ച എവിടെ നിൽപ്പുണ്ട്? ജനലിന്റെ സൈഡിൽ ഇങ്ങനെ പമ്മി ഇരിക്കുന്നുണ്ട് അല്ലെ. കിളിക്കുഞ്ഞാണെങ്കിൽ പേടിച്ച് റൂമിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കിയാലോ. പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തി. അപ്പൊ പൂച്ച പിടിക്കാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമലും ഇമയും ഇരിക്കുന്നത് അല്ലേ.
അങ്ങനെ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ ഓടിക്കാൻ വേണ്ടി ആരെത്തി? അമല് വടിയുമായി എത്തി. പോ പൂച്ചേ. അപ്പൊ അമൽ എന്താ പറഞ്ഞത്? പോ പൂച്ചേ. അയ്യോ തിത്തിരിയെ കാണുന്നില്ല. അപ്പൊ ഇമ്മ പറയാണ്, അയ്യോ തിത്തിരിയെ കാണുന്നില്ല. അവർ തിത്തിരിയെ തേടി നടന്നു. അപ്പൊ അവർക്ക് ആകെപ്പാടെ തിത്തിരിനെ കാണാഞ്ഞപ്പോ സങ്കടം വന്നു. അമലിനും ഇമ്മയ്ക്കും ഭയങ്കരമായിട്ട് സങ്കടമായി. അപ്പൊ ഇവരെന്ത് ചെയ്തു? തിത്തിരിയെ തേടി തേടി നടന്നു. ഇവരെല്ലായിടത്തും തപ്പി. അലമാരയുടെ മുകളിലില്ല. അലമാരയുടെ എവിടെയില്ല? മുകളിലില്ല. അപ്പൊ ഈ മുകളിൽ എന്ന് പറയുന്ന വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കണേ. അലമാരയുടെ എവിടെയില്ല? മുകളിലില്ല. കട്ടിലിന് താഴെയുമില്ല. കട്ടിലിന് എവിടെയില്ല? താഴെ ഉണ്ടോ? കട്ടിലിന് താഴെയില്ല. അപ്പൊ അലമാരയുടെ മുകളിൽ എന്ന് പറയുന്ന വാക്ക് നോക്കി വെക്കുക. അതേപോലെ ഇവിടെ ഏത് വാക്കാ നോക്കി വെക്കേണ്ടത്? താഴെ എന്ന് പറയുന്ന വാക്ക് നോക്കി വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്? സോഫയുടെ മുന്നിലും പിന്നിലുമില്ല. സോഫയുടെ എവിടേക്ക് ഇല്ല? മുന്നിലുമില്ല പിന്നിലുമില്ല. പുറത്ത് എവിടെയും കാണുന്നില്ല. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് എവിടെയും ആരെ കാണുന്നില്ല? നമ്മുടെ തിത്തിരിക്കുഞ്ഞിനെ കാണുന്നില്ല. കളിവീടിന്റെ അകത്ത് നോക്കാം. ഇനി എവിടെയാ നോക്കാൻ പോകുന്നത്? കളിവീടിന്റെ അകത്താണ് നോക്കാൻ പോകുന്നത് അല്ലേ? അപ്പം ഇമ്മ പറയാണ് അപ്പുവിനോട്, കളിവീടിന്റെ അകത്ത് നോക്കൂ. കിട്ടിപ്പോയി. വീടിന്റെ അകത്തുണ്ട്. എന്തിന്റെ അകത്താണ്? കളിവീടിന്റെ അകത്ത് നമ്മുടെ തിത്തിരി പക്ഷിക്കുട്ടി എന്ത് ചെയ്യാണ്? ഒളിച്ചിരിക്കുകയാണ് അല്ലേ? പൂച്ചക്കുഞ്ഞിനെ കണ്ട് പേടിച്ചിട്ട് അവൾ ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് അമ്മയെ കാണണം. അപ്പൊ നമ്മുടെ തിത്തിരി കുഞ്ഞ് എന്താ പറഞ്ഞത്? എനിക്ക് എൻ്റെ അമ്മേനെ കാണണം. അപ്പൊ ഇമ്മ പറയാണേ, പേടിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിന്റെ അമ്മേനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. തിത്തിരി പൂച്ചയോട് ചോദിച്ചു. തിത്തിരി എന്ത് ചെയ്തു? പൂച്ചയോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ അമ്മയാണോ? പൂച്ചേനോട് ചോദിച്ച എന്താ ചോദിച്ചത്? നിങ്ങൾ എൻ്റെ അമ്മയാണോ? എനിക്ക് 2 മക്കൾ. നിന്നെ പോലെ അല്ലല്ലോ. അപ്പൊ പൂച്ച പറഞ്ഞു, പൂച്ചയ്ക്ക് 2 മക്കളുണ്ട്, പക്ഷെ നിന്നെ പോലെ അല്ലല്ലോ. അവർ പശുവിന്റെ അടുത്തെത്തി. അങ്ങനെ ഇമയും അപ്പും കിളിയും കൂടെ എവിടെ എത്തി? തിത്തിരി കിളിയും കൂടെ എവിടെ എത്തി? പശുവിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അങ്ങനെ തിത്തിരി കിളി ചോദിക്കുകയാണ്, നിങ്ങളാണോ എൻ്റെ അമ്മ? അപ്പൊ പശുവിനോട് എന്താ ചോദിച്ചത്? നിങ്ങളാണോ എൻ്റെ അമ്മ? അപ്പൊ നമ്മുടെ പശു പറയാണ്, എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. പശു എന്താ പറഞ്ഞത്? എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളും കണ്ടു. അങ്ങനെ ഇവർ നടന്നു പോകുമ്പോൾ ആരെയാ കണ്ടത്? പട്ടിയും കുഞ്ഞുങ്ങളും കണ്ടു അല്ലേ? നിങ്ങളാണോ എൻ്റെ അമ്മ? ആരാ ചോദിക്കണേ? നമ്മുടെ തിത്തിരി ചോദിക്കുകയാണ് അല്ലേ? അപ്പൊ പട്ടിക്കുഞ്ഞ് പറയാണ്, എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെ പോലെയാണോ? പട്ടിക്കുഞ്ഞ് പറയാണ്, എനിക്ക് 5 മക്കളുണ്ട്, പക്ഷെ ആരെ പോലെയല്ല, നിന്നെ പോലെയല്ല. അപ്പൊ അതായിരിക്കും നമ്മുടെ തിത്തിരിയുടെ അമ്മ അല്ല അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ആരാ നോക്കാല്ലേ? അവർ കോഴിയമ്മയുടെയും കുടുംബത്തെയും കണ്ടു. അവരാരെ കണ്ടു? കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു. ഇത് നിന്റെ കുഞ്ഞാണോ? ഇവ ചോദിക്കുകയാണ്, കോഴിയമ്മേനോട് ചോദിക്കുകയാണ്, ഇത് നിന്റെ കുഞ്ഞാണോ? അപ്പൊ കോഴിയമ്മ പറയാണ്, എനിക്ക് 4 പേര്. ഈ കുഞ്ഞിനെ പോലെയല്ല എൻ്റെ മക്കള്. അപ്പൊ എനിക്ക് 4 മക്കളുണ്ട്, പക്ഷെ ആരെ പോലെയല്ല? ഈ കുഞ്ഞിനെ പോലെയല്ല എന്നാ പറയുന്നത് കേട്ടോ. ആരെ പോലെയല്ല? ഈ കുഞ്ഞിനെ പോലെയല്ല. അവർ കാക്കക്കൂടിന് അടുത്തെത്തി. അവരെവിടെ എത്തി? കാക്കക്കൂടിന് അടുത്തെത്തി. ഈ കുഞ്ഞ് നിന്റേതാണോ? ഇവ ചോദിച്ചു. തിത്തിരിയെ കാക്കയ്ക്ക് കാണിച്ചിട്ട് ചോദിച്ചു, ഈ കുഞ്ഞ് നിന്റേതാണോ? എൻ്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല. എത്ര മുട്ടകൾ വിരിഞ്ഞിട്ടില്ല? 3 മുട്ടകൾ എന്ത് ചെയ്തിട്ടില്ല? വിരിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അത്രയാണ് പറയുന്നത് അല്ലേ? ഇനി മിസ് ചെറിയൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോന്നു അല്ലേ? അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് എഴുതി പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാല് ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ? തിത്തിരി എന്ന് പറയുന്ന വാക്ക് ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. തിത്തിരി. നെക്സ്റ്റ് അടുത്ത എഴുതി പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല് അടുത്ത് പഠിക്കാനുള്ളത് അലമാരയുടെ മുകളിൽ നിന്നുള്ള വാക്ക് എഴുതി പഠിക്കണേ. ഏതാ വാക്ക്? മുകളിൽ എന്ന് പറയുന്ന വാക്ക് എഴുതി പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് പഠിക്കേണ്ടത് താഴെ എന്ന് പറയുന്ന വാക്കാണ്. അടുത്തത് ഏതാണ്? മുന്നിലും പഠിക്കണം, പിന്നിലും പഠിക്കണം. അപ്പം മക്കൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്ക് എടുത്ത് 5 പ്രാവശ്യം വീതം എഴുതി പഠിക്കുക കേട്ടോ. അടുത്ത എന്താണ്? പുറത്ത്. അടുത്തെന്താണ്? പുറത്ത്. നെക്സ്റ്റ് അടുത്ത എന്താണ്? അകത്താണ് അല്ലേ? ഏതാ പഠിക്കേണ്ടത്? അകത്ത് എന്നുള്ള വാക്കാണ് പഠിക്കേണ്ടത് കേട്ടോ. അടുത്തത് ഏതാ? അടുത്തത് ഒരു കാര്യം പറയാം കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പൂച്ചയും 2 കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഈ സംഖ്യ എത്രയാണെന്ന് കൂട്ടുകാർക്കൊന്ന് പറയാൻ പറ്റുമോ? ഈ സംഖ്യ എത്രയാണ്? 2 അല്ലെങ്കിൽ 2 ആണ് കേട്ടോ. 2 അല്ലെങ്കിൽ എത്രയാണ്? 2 ആണ്. നെക്സ്റ്റ് അതിന്റെ തൊട്ട് താഴെ നോക്കിക്കേടാ, ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ എത്രയാണ്? 1 ആണ് കേട്ടോ. എത്രയാണ്? 1 അല്ലെങ്കിൽ 1 എന്ന് പറയും കേട്ടോ. അപ്പൊ ഈ നമ്പർ ഏതാന്ന് മിസ്സിന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇത് 1 ആണ്.
നെക്സ്റ്റ് മുകളിൽ കണ്ട നമ്പർ ഏതാണ്? 2 ആണ് അല്ലേ? അല്ലെങ്കിൽ ഇത് 1 എന്ന് പറയും. മുകളിൽ കണ്ടത് ഏതാണ്? 2 ആണ് കേട്ടോ. 1 2. നെക്സ്റ്റ് നമുക്ക് നോക്കാം അല്ലേ. ഇനി താഴെ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഏതാ നമ്പർ? നമ്മുടെ പട്ടിക്കുട്ടിക്ക് എത്ര മക്കളുണ്ട് നമ്മൾ പറഞ്ഞത്? 5 മക്കളുണ്ട്. എത്ര മക്കളുണ്ട്? 5 മക്കളുണ്ട്. അപ്പൊ ഏതൊക്കെ നമ്പർ പഠിച്ചു? 1 പഠിച്ചു, 2 പഠിച്ചു, 5 പഠിച്ചു അല്ലേ? ഇനി ഇതാ വേറൊരു നമ്പർ കിടക്കുന്നു. എത്രയാണ്? നമ്മുടെ കോഴിയമ്മയ്ക്ക് എത്ര മക്കളായിരുന്നു? 4 മക്കളായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നമ്പർ ഉണ്ട്. എത്രയാ നമ്പർ? 4 ആണ് കേട്ടോ. നമ്പർ എത്രയാണ്? 4 ആണ്. നെക്സ്റ്റ് എത്ര മുട്ടകളുണ്ട് എന്നാ കാക്കക്കുഞ്ഞ് പറഞ്ഞത്? 3 മുട്ടകളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? എത്ര മുട്ടകളുണ്ട്? 3 മുട്ടകളുണ്ട് എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ പഠിച്ച നമ്പേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച നമ്പർ? 1 പഠിച്ചു, പിന്നെ 2 പഠിച്ചു, 3 പഠിച്ചു, 4 പഠിച്ചു, പിന്നെ ഏതാണ്? 5 പഠിച്ചു അല്ലേ? അപ്പൊ എത്ര നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചു? 5 നമ്പേഴ്സ് പഠിച്ചു കേട്ടോ, അല്ലെങ്കിൽ 5 നമ്പർ പഠിച്ചു. ഇനി നെക്സ്റ്റ് ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ഓരോന്നും എണ്ണി നോക്കൂ. ഓരോന്നും എന്ത് ചെയ്യണം? എണ്ണി നോക്കണം കേട്ടോ. ആദ്യം ഇവിടെ കൊടുത്തേക്കുന്ന ആരാണ്? ഒരു പശുക്കുട്ടീനെയാണ് കൊടുത്തേക്കുന്നത് അല്ലെ? ആരെയാണ് കൊടുത്തേക്കുന്നത്? പശുക്കുട്ടി. അപ്പൊ പശുക്കുട്ടി എത്ര ഉണ്ടെന്നൊന്ന് പറഞ്ഞേ? 1 ആണ് കേട്ടോ. പശുക്കുട്ടി എത്ര ഉള്ളത്? 1 ആണ്. നെക്സ്റ്റ് അടുത്ത ആരാണ്? താറാവും കുഞ്ഞുങ്ങളാണ് അല്ലെ? എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. എണ്ണാവേ, കൈ വെച്ച് കൂടെ തന്നെ എണ്ണണം കേട്ടോ. നിങ്ങളെ ഓരോരുത്തരും എന്ത് ചെയ്യണം? നിങ്ങളുടെ പുസ്തകം എടുത്ത് മെല്ലെ തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം? മിസ് എണ്ണുന്നതിന്റെ കൂടെ തന്നെ എണ്ണണം കേട്ടോ. 1 2 3 4. അപ്പൊ എത്ര ഉണ്ട്? 4 എണ്ണമുണ്ട് കേട്ടോ. എത്ര ഉണ്ട്? 4 എണ്ണമുണ്ട്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അടുത്തത് ആരെയാണ്? പട്ടിക്കുഞ്ഞുങ്ങളാണ് അല്ലേ? അപ്പൊ എത്ര പേരുണ്ടെന്ന് എണ്ണിയാലോ? എണ്ണാട്ടോ. 1 2 3 4 5. എത്ര പേരുണ്ട്? 5 പേരുണ്ട് കേട്ടോ. എത്ര പേരാ ഉള്ളത്? 5 പേര്. അടുത്തത് ആരാണ്? പൂച്ചക്കുഞ്ഞുങ്ങളാണേ. പൂച്ചക്കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? എണ്ണി നോക്കടാ. 1 2. എത്ര പേരുണ്ട്? 2 പേരാണുള്ളത് കേട്ടോ. അടുത്തത് ആരാണ്? കുഞ്ഞുങ്ങളാണ് അല്ലേ? ഏത് കുഞ്ഞുങ്ങളാണ്? കാക്ക കുഞ്ഞുങ്ങളാണ്. എത്ര പേരുണ്ട്? 1 2 3. അപ്പൊ എത്ര പേരാ ഉള്ളത്? 3 പേരാണുള്ളത് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഇവിടെ നമ്പർ ഒന്ന് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ്? 1 2 3 4 5. ശരിയല്ലേ? എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് അതേപോലെ നോക്കി താഴോട്ട് എഴുതണം കേട്ടോ. 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 താഴോട്ട് എഴുതുക, 3 താഴോട്ട് എഴുതുക, 4 എന്ത് ചെയ്യുക? താഴോട്ട് എഴുതുക. എത്ര എഴുതുക? 5 എഴുതുക കേട്ടോ. 1 ഒന്ന് മിസ്സിന്റെ കൂടെ വായിച്ചേ. 1 2 3 4 5. അപ്പൊ 5 വരെ നിങ്ങൾ റെഡി ആയോ? അപ്പൊ ഇത്ര മാത്രം നോക്കിയാൽ പോരാ കേട്ടോ. എന്ത് ചെയ്യണം? ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുകയും പഠിക്കുകയും വേണം കേട്ടോ. ഇമയും അമലും തിത്തിരിക്ക് ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. അവർ പാടി. ഇമയും അമലും കൂടെ തിത്തിരിക്ക് എന്ത് പുസ്തകം കാണിച്ചു കൊടുത്തു? ഒരു ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവര് പാടി. എന്താ പാടിയത്? ഒന്നാം താളിൽ എന്തുണ്ട്? ഒന്നാം താളിൽ ഒരു പൂച്ച. 1 1 1 1. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നാം താളിൽ എന്താ ഉള്ളത്? ഒരു പൂച്ച അല്ലെ? ഒന്നാം താളിൽ എന്താ ഉള്ളത്? ഒരു പൂച്ച. ഇനി അടുത്ത് നോക്കിയാലോ. രണ്ടാം താളിൽ എന്തുണ്ട്? രണ്ടാം താളിൽ 2 കിളി. 2 2 2. അപ്പൊ രണ്ടാം താളിൽ എന്താ ഉള്ളത്? എത്ര കിളികളാ ഉള്ളത്? 2 കിളി അല്ലേ? ഒന്നാം താളിൽ ആരാ ഉണ്ടായിരുന്നത്? ഒരു പൂച്ചയും. രണ്ടാം താളിൽ ആരാ ഉള്ളത്? 2 കിളിയും ഉണ്ട് കേട്ടോ. മൂന്നാം താളിൽ ആരുണ്ട്? മൂന്നാം താളിൽ 3 തത്ത. 3 3 3. അപ്പൊ മൂന്നാം താളിൽ ആരാ ഉള്ളത്? 3 തത്തയാണ് ഉള്ളത് കേട്ടോ. എത്ര തത്തയാ ഉള്ളത്? 3 തത്ത. അപ്പൊ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. ഒന്നാം താളിൽ ആരാ ഉണ്ടായിരുന്നത്? പൂച്ചയാണ് അല്ലേ? രണ്ടാം താളിൽ ആരാ ഉണ്ടായിരുന്നത്? ആരാടാ? പക്ഷികളാണല്ലേ? 2 കിളിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. മൂന്നാം താളിൽ ആരാ ഉള്ളത്? തത്തക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. ആരാ ഉള്ളത്? തത്തൻ കുഞ്ഞുങ്ങളാണ്. നാലാം താളിൽ എന്തുണ്ട്? നാലാം താളിൽ 4 മൂങ്ങ. 4 4 4. അപ്പൊ നാലാം താളിൽ ആരാ ഉള്ളത്? 4 മൂങ്ങകളുണ്ട്. എത്ര മൂങ്ങകളുണ്ട്? 4 മൂങ്ങകളുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 4 പൂരിപ്പിച്ചു കൊടുക്കാം അല്ലെ? അടുത്ത വരികൾ എന്തൊക്കെയാണ്? അഞ്ചാം താളിൽ എന്തുണ്ട്? അഞ്ചാം താളിൽ 5 മാങ്ങ.
5 5 5. അഞ്ചാം താളിൽ എന്താണ്? 5 മാങ്ങയുണ്ട് അല്ലേ? എത്ര മാങ്ങയുണ്ട്? 5 മാങ്ങയുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാർ നോക്കിക്കേ, ഏതൊക്കെ നമ്പർ നമ്മൾ പഠിച്ചു? 1 പഠിച്ചു. ഒന്നാം താളിൽ ആരായിരുന്നു? ഒരു പൂച്ച. രണ്ടാം താളിൽ ആരായിരുന്നു? 2 കിളി അല്ലേ? മൂന്നാം താളിൽ ആരായിരുന്നു? 3 തത്തമ്മ ഉണ്ടായിരുന്നു അല്ലേ? നാലാം താളിൽ ആയിക്കോട്ടെ ആരാണുള്ളത്? 4 മൂങ്ങയുണ്ട് അല്ലേ? അഞ്ചാം താളിലാണെങ്കിൽ എന്താ ഉള്ളത്? 5 മാങ്ങ. അഞ്ചാം താളിൽ എന്തുണ്ട്? 5 മാങ്ങയുണ്ട് അല്ലേ? അടുത്തത് വിരൽ ചിത്രമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എന്ത് ചിത്രമാണ് പറയുന്നത്? വിരൽ ചിത്രങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളെ വിരല് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വിരൽ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അത് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ വിരലിൽ എന്തെങ്കിലും മഷിയാക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് വാലും കുഞ്ഞ് കാലും കണ്ണും ഒക്കെ വരച്ചു കൊടുത്ത് എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി കേട്ടോ. അപ്പൊ എത്ര എണ്ണം വരയ്ക്കണം? ഇവിടെ 4 എണ്ണം വരയ്ക്കണേ. ഇവിടെ 4 എണ്ണം വരയ്ക്കണം കേട്ടോ. ഇതില് 4 എണ്ണം വരയ്ക്കണം. ഇവിടെ എത്ര എണ്ണം വരയ്ക്കണം? 5 എണ്ണം വരയ്ക്കണം കേട്ടോ. നിങ്ങളെ അമ്മമാരുടെ സഹായത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം കേട്ടോ. ഇവിടെ 2 എണ്ണം, ഇവിടെ എത്ര എണ്ണാണ്? 3 എണ്ണം കേട്ടോ. അമ്മമാരുടെ സഹായത്തോട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. പുഴുവിനെ വരയ്ക്കാം. അടുത്ത ആരെ വരയ്ക്കാം? പുഴുവിനെ വരയ്ക്കാം. 5 എണ്ണം വരെ എണ്ണം ക്രമമായി എഴുതാം. എത്ര വരെ ക്രമമായിട്ട് എഴുതാം? 5 എണ്ണം വരെ ക്രമമായിട്ട് എഴുതാം. അപ്പൊ നിങ്ങളുടെ ഫിംഗർ വെച്ചിട്ട് ഫിംഗറെ കളറാക്കിയിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ എത്ര വരും? 2 എന്ന് വരും. ഇവിടെ എത്ര വരും? 3 വരും. നെക്സ്റ്റ് അടുത്ത എത്രയാണ്? 4 വരും. അടുത്ത എത്രയാണ്? 5 വരും കേട്ടോ. നിങ്ങളെ ഫിംഗർ വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ എന്റെ കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി? ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് അമ്മമാരുടെ സഹായത്തോടെ പുഴുവിനെ വരച്ച് നോക്കിയാൽ മതി കേട്ടോ. നോക്കൂ പറയൂ. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? നോക്കൂ പറയൂ. ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാം? കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട്. കോഴികളുടെ കൂട്ടത്തിൽ ആരുണ്ട്? വലിയ കോഴിയുണ്ട്. ശരിയല്ലേടാ? പിന്നെന്താണ്? താറാവിൻ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട്. താറാവിൻ കൂട്ടത്തിൽ എന്തുണ്ട്? 2 വലിയ താറാവുകളുണ്ട്. വേറെ നിങ്ങൾക്ക് എന്തൊക്കെയാ പറയാൻ പറ്റുന്നത്? കോഴികൾക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ട്? ഒന്ന് എണ്ണി നോക്കിക്കേ മിസ്സിന്റെ മക്കള്. 1 2 3 4. അപ്പൊ എത്ര കുഞ്ഞുങ്ങളാണുള്ളത്? 4 കുഞ്ഞുങ്ങളാണ് ഉള്ളത് അല്ലെ? ഇനി താറാവിന് എത്ര കുഞ്ഞുങ്ങളുണ്ട്? 1 2 3 4 5. എത്ര കുഞ്ഞുങ്ങളുണ്ട്? 5 കുഞ്ഞുങ്ങളുണ്ട് അല്ലെ? ചിത്രം നോക്കൂ പറയൂ എഴുതൂ. ഇനി ചിത്രം നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ പറയും വേണം, അതേപോലെ എന്ത് ചെയ്യണം? എഴുതും വേണം കേട്ടോ. ചിത്രം എന്താ? അമ്മ താറാവിന്റെ മുന്നിൽ. അമ്മ താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാ ഉള്ളത്? നോക്കിക്കേടാ, അമ്മ താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാ ഉള്ളത്? ഇവരല്ലേ അമ്മ താറാവിന്റെ മുന്നിൽ നിൽക്കുന്നവര്. എത്ര കുഞ്ഞുങ്ങളാണ്? 1 2 അല്ലെ? 2 കുഞ്ഞുങ്ങളുണ്ട്. എത്ര കുഞ്ഞുങ്ങളാ ഉള്ളത്? 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത് അല്ലെ? ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അമ്മ താറാവിന്റെ പിന്നിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 1 2 3. എത്ര കുഞ്ഞുങ്ങളാണുള്ളത്? 3 കുഞ്ഞുങ്ങൾ കേട്ടോ. അങ്ങനെ 2ഉം 3ഉം കൂടെ പ്ലസ് ചെയ്താൽ എത്രയാണ്? 5 അല്ലേ? ശരിയല്ലേ? പ്ലസ് ചെയ്യാനൊക്കെ നമുക്ക് മെല്ലെ പഠിക്കണം കേട്ടോ. 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി. 1 പിന്നിലായി. 2 കുഞ്ഞ് എന്ത് ചെയ്തു? ഒപ്പം നടന്നെത്തി. ഒരാള് മാത്രം എന്തായി? പിന്നിലായി. നോക്കിക്കേടാ, 2 കുഞ്ഞ് അമ്മയുടെ ഒപ്പം നടന്നെത്തിയിട്ടുണ്ട് അല്ലേ? ഒരു കുഞ്ഞ് മാത്രം എവിടെയാണ്? പുറകിലാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ മുന്നിൽ എത്ര പേരാണ്? മുന്നിൽ 2 പേര്, ഒപ്പം എത്ര പേരാണ്? 2 പേര്. പിന്നിൽ എത്രയാണ്? 1 ആണ് അല്ലേ? പിന്നിൽ എത്ര പേരാണ്? ഒരാളാണ്. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? 2 2 1. 2 2ഉം 1ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 5 എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അമ്മ താറാവിന്റെ ഒപ്പം നടന്ന് 2 കുഞ്ഞുങ്ങൾ മുന്നിലെത്തി. അമ്മ താറാവിന്റെ ഒപ്പം നടന്ന് ആരൊക്കെ മുന്നിലെത്തി? 2 കുഞ്ഞുങ്ങളും കൂടെ മുന്നിലെത്തി. അങ്ങനെ 2 കുഞ്ഞുങ്ങളുടെ മുന്നിലെത്തി കഴിഞ്ഞാൽ എത്രയാവൂടാ? അപ്പൊ ഈ 2 കുഞ്ഞുങ്ങളുടെ മുന്നിലോട്ട് നടന്നു കേട്ടോ. അപ്പൊ എത്ര എണ്ണമായി മാറി? 1 2 3 4. അപ്പൊ ഇവിടെ എത്ര എഴുതേണ്ടത്? 4 എന്ന് എഴുതണം കേട്ടോ. ഇനി പിന്നിൽ ആരാ ഉള്ളത്? ഒരാൾ മാത്രമേ പിന്നിലുള്ളൂ അല്ലെ? പിന്നിൽ ഒരു കുഞ്ഞ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ എത്ര എഴുതേണ്ടത്? 4ഉം 1ഉം ചേർന്നാൽ എത്രയാണ്? 5 ആണല്ലേ? 4 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 കൂട്ടണം 1 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണല്ലേ? എന്റെ കൂട്ടുകാർക്ക് അറിയാം അല്ലേ? ഇനി അടുത്തത് എന്താണ്? അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു. എങ്ങോട്ടാ നടന്നത്? പൂന്തോട്ടത്തിലേക്ക് നടന്നു. എണ്ണാം എഴുതാം. അപ്പൊ പൂവുകളുടെ എണ്ണം എന്താ ചെയ്യേണ്ടത്? എണ്ണി എഴുതാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ.
ആദ്യം നോക്കിക്കേടാ, ആദ്യത്തെ പൂവിൻ്റെ എണ്ണം നോക്കിക്കേ. ഈ ഫ്ലവർ എവിടെയാണ് കിടക്കുന്നത്? ഈ ഭാഗത്തല്ലേ ഈ പൂ കിടക്കുന്നത്? എത്ര എണ്ണമുണ്ട്? ഒന്നെണ്ണി നോക്കിക്കേ. 1 2 3 4. എത്ര എണ്ണം ഉള്ളത്? 4 എണ്ണമുണ്ട് അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അടുത്തത് എത്ര എണ്ണം ഉണ്ട്? വൈറ്റ് ആമ്പൽ അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. എത്ര എണ്ണം ഉള്ളത്? 5 എണ്ണമാണുള്ളത് അല്ലേ? അടുത്തത് എന്താണ്? ചെമ്പരത്തി. ചെമ്പരത്തി എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അടുത്ത പൂവ് എത്ര എണ്ണം ഉണ്ട്? ഈ കിടക്കുന്ന പൂവാണ് അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 1 2. എത്ര എണ്ണേ ഉള്ളൂ? 2 എണ്ണമേ ഉള്ളൂ അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേടാ, അടുത്ത പൂവ് എത്ര എണ്ണം ഉണ്ട്? 1 2 3. എത്ര എണ്ണം ഉള്ളത്? 3 എണ്ണമാണുള്ളത്. ശരിയല്ലേ? അടുത്തത് പാടി രസിക്കാം. അടുത്തത് എന്താണ്? പാടി രസിക്കാം. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി 1. ചന്തത്തിൽ ചോപ്പുള്ള ചെമ്പരത്തി എത്രയാണ്? 1 ആണല്ലേ? അപ്പൊ നമ്മളിവിടെ നമ്പർ എത്രയാണ് കൊടുക്കേണ്ടത്? ഇവിടെ കൊടുക്കുന്ന നമ്പർ എത്രയാണ്? ചെമ്പരത്തി എത്ര എണ്ണ ഉള്ളത്? 1 ആണുള്ളത് അല്ലേ? ഓറഞ്ചിൻ നിറമുള്ള ചെണ്ടുമല്ലി 2. ഓറഞ്ചിന്റെ നിറമുള്ള ചെണ്ടുമല്ലി എത്ര എണ്ണം ഉണ്ടടാ? 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ 2 എന്ന് നമ്പർ കൊടുത്തു. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റി എത്രയാണ്? 3 ആണല്ലേ? അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. ശംഖുപുഷ്പം എത്ര എണ്ണ ഉള്ളത്? 4 എണ്ണമാണുള്ളത് അല്ലേ? എത്ര എണ്ണ ഉള്ളത്? 4 എണ്ണം. വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന വെള്ളാമ്പൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട് അല്ലേ? അപ്പൊ ഒന്ന് നോക്കിക്കേ എൻ്റെ കൂട്ടുകാരെ, നമ്മൾ എഴുതിയ ശരിയാണോ എന്ന്? ചെമ്പരത്തി 1 ആണോ ഉള്ളത്? അതെ അല്ലേ? ചെമ്പരത്തി എത്ര എണ്ണ ഉള്ളത്? 1 ഉള്ളത്. ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി 2. അപ്പൊ നോക്കിക്കേ, ചെണ്ടുമല്ലി 2 എണ്ണം ആണല്ലോ. അപ്പൊ നമ്മൾ കൂട്ടുകാരെ എഴുതിയത് ശരിയല്ലേടാ? ശരിയാണല്ലേ? മഞ്ഞ നിറം ചൂടി വരും. മഞ്ഞ നിറം ചൂടി വരും ആരാണ്? മഞ്ഞ നിറം ചൂടി വരും മുക്കുറ്റിപ്പൂ 3. ശരിയല്ലേടാ? മുക്കുറ്റിപ്പൂ എത്ര എണ്ണം ഉള്ളത്? 3 എണ്ണം ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്തത് ശരിയാണല്ലേ? അഴകുള്ള കരിനീല ശംഖുപുഷ്പം 4. അഴകുള്ള കരിനീല ശംഖുപുഷ്പം എത്രയാണ്? 4 എണ്ണം ഉണ്ടല്ലേ? അടുത്തത് എന്താടാ? വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ 5. വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന വെള്ളാമ്പൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടല്ലേ? എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അടുത്തത് കളിക്കൂട്ടുകാരാണ് കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? കളിക്കൂട്ടുകാരെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ എന്താണ്, കുറേ കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് പറയാനുണ്ട് അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് പറയാം കേട്ടോ. അപ്പം വീണ്ടും കാണുന്നവരെ താങ്ക് യു. അപ്പോൾ എന്ത് ചെയ്യാം? മിസ്സിൻ്റെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മിസ്സിനെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കണം. നമ്മുടെ ചാനൽ എന്ത് ചെയ്യാൻ മറന്നു പോകരുത്? സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുമ്പോഴത്തേക്കും താങ്ക് യു.